ഇപ്പോൾ ഈ ഫസ്റ്റ് ടേം എക്സാം കഴിഞ്ഞിട്ട് നല്ല മാർക്ക് കിട്ടിയ ആൾക്കാരുണ്ടാവും, കുറഞ്ഞ മാർക്ക് കിട്ടിയ ആൾക്കാരുണ്ടാവും. നല്ല മാർക്ക് കിട്ടിയവർക്ക് ക്ലാപ്പ്, ഇനി കുറഞ്ഞ മാർക്ക് കിട്ടിയവർക്ക് ക്ലാപ്പ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം 2025-26 അധ്യയന വർഷത്ത് മിനിമം മാർക്ക് നിബന്ധന ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് അല്ലേ. അതായത് 30% മാർക്ക് ലഭിക്കണം, അല്ലെങ്കിൽ അവർക്ക് വീണ്ടും എക്സാം നടത്തും. കൂടുതൽ പഠന പിന്തുണ നൽകി അവർക്ക് വീണ്ടും എക്സാം നടത്തും. അതിനുള്ള ഒരു മാർഗരേഖയാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചിട്ടുള്ളത്. എന്തിനാണ് ഇങ്ങനെ ഒരു മാർഗരേഖ സ്വീകരിച്ചത്? അക്കാദമിക് നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായിട്ട്. അപ്പോൾ ഇപ്പം നമുക്ക് ഫസ്റ്റ് ടേം എക്സാം കഴിഞ്ഞു. ഫസ്റ്റ് ടേം എക്സാമിൽ ഓരോ സബ്ജക്റ്റിനും 30% മാർക്ക് വേണം. ഓരോ സബ്ജക്റ്റിനും നമ്മൾ 30% മാർക്ക് ലഭിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് വീണ്ടും എക്സാം എഴുതാതെ ഇരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ 30% എന്ന് പറയുമ്പോൾ നമുക്കറിയാം 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരു സബ്ജക്റ്റിന് 40 മാർക്കിനാണ്. അതിൽ ഫിസിക്സിനും കെമിസ്ട്രിക്കും ബയോളജി, അതായത് ബേസിക് സയൻസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ ഫിസിക്സിന് 20, കെമിസ്ട്രിക്ക് 20, ബയോളജിക്ക് 20, അങ്ങനെയാണ്. അപ്പോൾ ബാക്കി എല്ലാ സബ്ജക്റ്റിനും 40 മാർക്കാണ്. അപ്പോൾ ഈ 40 മാർക്കിൽ എത്ര മാർക്ക് ലഭിച്ചാലാണ് അവർക്ക് 30% എന്നൊരു കടമ്പ കടക്കാൻ കഴിയുന്നത്? 40 മാർക്കിൽ 30% എന്ന് പറയുന്നത് 12 മാർക്കാണ്. അപ്പോൾ 12 മാർക്കോ അതിൽ കൂടുതലോ ലഭിച്ച ആൾക്കാർക്ക് വീണ്ടും എക്സാം എഴുതണ്ട, അവർക്ക് വീണ്ടും പഠന പിന്തുണ ആവശ്യമല്ല. ബാക്കി ഈ 12 മാർക്കിൽ കുറവ് മാർക്ക് ലഭിച്ച ആൾക്കാർക്ക് വീണ്ടും പഠന പിന്തുണ നൽകി അവർക്ക് വീണ്ടും എക്സാം നടത്തി ഈ 30% കൂടുതൽ മാർക്കാക്കി എടുക്കും അവരുടെ എക്സാമിന്. മനസ്സിലായോ? അതാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് സയൻസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിങ്ങനെ 3 സബ്ജക്റ്റ് ഉണ്ട്. ഓരോ സബ്ജക്റ്റ് 20 മാർക്ക് വെച്ചിട്ട് അല്ലേ. അതിൽ ഫിസിക്സിന് 20 മാർക്കിൽ 30% എന്ന് പറയുമ്പോൾ 6 മാർക്ക്. അതുപോലെ കെമിസ്ട്രിക്ക് 20 മാർക്കിൽ 6 മാർക്ക്, ബയോളജിക്ക് 20 6 മാർക്ക്. അപ്പോൾ മൊത്തം സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ 18 മാർക്ക് ലഭിച്ചാൽ മാത്രമേ 30% മാർക്ക് എന്നുള്ള ഒരു കടമ്പയിലാവത്തുള്ളൂ. അപ്പോൾ അവർക്ക് മാത്രമേ വീണ്ടും എക്സാം ഒന്നും എഴുതണ്ട എന്നുള്ള ഒരു അവസ്ഥയിലെത്തുള്ളൂ. അല്ലാത്തവർക്ക്, അതായത് ഈ 18 മാർക്കിൽ കുറവ് മാർക്ക് ലഭിച്ച ആൾക്കാർ എക്സാം എഴുതണം, വീണ്ടും പഠിച്ച് വീണ്ടും എക്സാം എഴുതണം. അതാണ് അവിടെ നടക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ മിനിമം മാർക്ക് എന്ന് പറയുമ്പോൾ ബാക്കി സയൻസ് ഒഴികെയുള്ള ബാക്കി എല്ലാ സബ്ജക്റ്റിനും 40-ൽ 12 മാർക്ക് ലഭിച്ചിരിക്കണം. ഇനി സയൻസ് സബ്ജക്റ്റിനാണെങ്കിൽ 60-ൽ 18 മാർക്ക് ലഭിച്ചിരിക്കണം. അങ്ങനെയുള്ള കുട്ടികൾക്ക് അതായത് ഇതാണ് സബ്ജക്ട് മിനിമം എന്ന് പറഞ്ഞാൽ, ഓരോ സബ്ജക്റ്റിന്റെ മിനിമം മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മാർക്ക് ലഭിച്ച ആൾക്കാർക്ക് വീണ്ടും എക്സാം ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഈ മാർക്ക് കുറവ് ലഭിച്ച ആൾക്കാർക്ക് വീണ്ടും എക്സാം എഴുതണം. അപ്പോൾ ആൻസർ കീ ഒക്കെ നോക്കിയിട്ട് ഈ ഒരു മാർക്കിലോട്ട് നിങ്ങൾ എത്തിയോ എന്ന് നോക്കുക. ഇവിടെ ഈ ഒരു ചാർട്ടിൽ തന്നിട്ടുള്ളത് ക്ലാസ് 8ന്റെ ഗ്രേഡിംഗ് ഇൻഡിക്കേറ്റർ ആണ്. നോക്കിയോളൂ, എ ഗ്രേഡ് കിട്ടണമെങ്കിൽ എത്ര മാർക്ക് വേണം? 60 മാർക്കിനാണ് നമ്മളെ സയൻസിൻ്റെ എക്സാം അല്ലേ. 60 മാർക്കിനാണ് സയൻസിൻ്റെ എക്സാം. അപ്പോൾ 48 മുതൽ 60 വരെ മാർക്ക് കിട്ടിയവർക്ക് എ ഗ്രേഡ് കിട്ടും. 36 മുതൽ 47 വരെ മാർക്ക് കിട്ടിയവർക്ക് ബി ഗ്രേഡാണ്. 24 മുതൽ 35 വരെ മാർക്ക് കിട്ടിയവർക്ക് സി ഗ്രേഡ്. 18 മുതൽ 23 മാർക്ക് വരെ കിട്ടിയവർക്ക് ഡി ഗ്രേഡ്. ഇനി ബിലോ 18 ആണെങ്കിൽ അവർക്ക് ഇ ഗ്രേഡ്. അതായത് ഈ ഇ ഗ്രേഡ് കിട്ടിയ കുട്ടികളാണ് എന്ത് ചെയ്യേണ്ടത്? വീണ്ടും എക്സാം എഴുതേണ്ടത്. ഇനി 40 മാർക്ക് അല്ലേ, നമ്മുടെ സയൻസ് ഒഴിച്ചുള്ള ബാക്കി എല്ലാ സബ്ജക്റ്റിനും 40-നായിരുന്നു നമ്മുടെ മാർക്ക്. 40-ൽ 32 മുതൽ 40 വരെ മാർക്ക് കിട്ടിയവർക്ക് എ ഗ്രേഡ് കിട്ടും. ഇനി 24 മുതൽ 31 മാർക്ക് വരെ കിട്ടിയവർക്ക് ബി ഗ്രേഡ് ആയിരിക്കും. ഇനി 16 മുതൽ 23 വരെ മാർക്ക് കിട്ടിയവർക്ക് സി ഗ്രേഡ് ആയിരിക്കും. 12 മുതൽ 15 വരെ മാർക്ക് കിട്ടിയവർക്ക് ഡി ഗ്രേഡ് ആയിരിക്കും. ബിലോ 12 ആണെങ്കിൽ അവർക്ക് ഇ ഗ്രേഡാണ്. ആ കുട്ടികൾ വീണ്ടും എക്സാം എഴുതേണ്ടതായിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ മാർക്ക് അനുസരിച്ചുള്ള ഗ്രേഡ് വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഇപ്പോൾ ഇതുവരെ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്ത ആൾക്കാരും ഇപ്പോൾ മാർക്ക് സ്കോർ ചെയ്തില്ല, കുറച്ച് മാർക്ക് കുറഞ്ഞു പോയ ആൾക്കാരും എല്ലാവരും ഇനി നന്നായിട്ട് അങ്ങ് പഠിക്കുക കേട്ടോ. നന്നായിട്ട് എല്ലാവർക്കും പഠിക്കാൻ സാധിക്കട്ടെ. നല്ലൊരു വിജയം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത വരാൻ പോകുന്നത് സെക്കൻഡ് ടൈം എക്സാം ആണ് അല്ലേ. ഈ സെക്കൻഡ് ടൈം എക്സാമിൽ നമുക്ക് നന്നായിട്ട് പഠിച്ച് നല്ല ഒരു മാർക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോഴേ ട്രൈ ചെയ്യുക.